6 കോടി മീറ്റർ നൂൽ ഉപയോഗിച്ച് 50 പെൺകുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് 12 വർഷമായിക്കണ് ഈ ഗാർഡൻ ചെയ്യാൻ. അപ്പോൾ ത്രെഡ് ഹൗസിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, വേൾഡ് റെക്കോർഡ് കിട്ടിയെന്നുള്ളതൊക്കെ സത്യമാണ്. അടുത്തുനിന്ന് കാണുമ്പോഴാണ് അത് ശരിക്കും ത്രെഡ് ആണെന്ന് മനസ്സിലാവുന്നത്. ഞാനേ ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങി, നമ്മൾ നേരത്തെ ചായ കുടിച്ച കടയാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. ഇവിടെ നിങ്ങൾ ബോർഡ് കണ്ടോ, ത്രെഡ് ഗാർഡൻ എന്നാണ് എഴുതിയേക്കുന്നത്. വേൾഡിൽ ഫസ്റ്റ് ടൈം ആണെന്ന് അവർ താഴെ എഴുതി അവകാശപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് ബോട്ട് ഹൗസിൽ വന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് കയറുന്നത്. അതിനുള്ളിൽ എന്താ പ്രത്യേകതയുള്ളത്, ത്രെഡ് കൊണ്ടാണ് അവിടെ ഗാർഡൻ ഉണ്ടാക്കിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ബോർഡ് ഇവിടെ വലിയ അക്ഷരത്തിൽ അവിടെ റെഡിൽ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടൊക്കെ കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് നല്ല രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലവർ ഷോ നൂൽപൂന്തോട്ടം ലോകത്തിൽ ആദ്യമായി ലോക റെക്കോർഡ് കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഇതിന് സൈഡിലൊക്കെ ബോർഡുകളുണ്ട് കേട്ടോ. ആന്റണി ജോസഫ്, യുണീക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഫോർ ദ ക്രിയേഷൻ ഓഫ് ത്രെഡ് ഗാർഡൻ, ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. അപ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടിയെന്നുള്ളതൊക്കെ സത്യമാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും ആരാണ് അത് ചെയ്തതെന്നൊക്കെ ഉണ്ട്. ആൻ്റണി ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ക്യാമറ സ്റ്റിൽസിന് 20, മൊബൈൽ സ്റ്റിൽസിന് 20, ദെൻ പെർ അഡൽട്ട് അവർ 30 രൂപയാണ് വാങ്ങിക്കുന്നത്, പെർ ചൈൽഡിന് 20 രൂപ. സോ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 30 രൂപ കേട്ടോ, കാണുന്നുണ്ടോ, 30 രൂപ. പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നതിന് അവർ 20 രൂപ എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ത്രെഡ് ഹൗസിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 20, ക്യാമറ മീൻസ് ഫോൺ ക്യാമറ ആണെങ്കിൽ പോലും അവർ 20 വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ റേറ്റ് 30 രൂപ. നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നമ്മൾ ത്രെഡ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. വേയുന്നവർ റൂട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വേയിൻ എറോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഫുൾ വുഡൻ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഈറ്റബിൾ നോട്ട് അലൗഡ്, മൊബൈൽ സ്റ്റിൽ വീഡിയോ ടിക്കറ്റ് ഇല്ലാതെ എടുക്കരുത്, ഉള്ളിൽ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കരുത്. അവരത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ത്രെഡ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി. ലാംഗ്വേജ് മലയാളം. ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്, അവർ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ചേച്ചി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരോ? ഇവിടെ കാണുന്നത് ഫുൾ എംബ്രോയിഡറി ഗാർഡൻ ആണ്. 6 കോടി മീറ്റർ നൂൽ ഉപയോഗിച്ച് 50 പെൺകുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് 12 വർഷമായിക്കണ് ഈ ഗാർഡൻ ചെയ്യാൻ. സൂചിയോ മെഷീനോ ഒന്നുമേ യൂസ് ചെയ്തിട്ടില്ല, കയ്യിൽ ചെയ്തിക്കണം. എങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾ ഷർട്ട് കളറിന്റെ അകത്ത് വരൂലേ ക്യാൻവാസ്, അതിനെ പൂ ഷേപ്പിലും ഇല ഷേപ്പിലും കട്ടാക്കി അതിന്റെ പുറത്ത് നൂൽ ചുറ്റിക്കണം. ഇവിടെ കാണുന്ന പുൾ, പായൽ, ആമ്പൽപ്പ് ഉൾപ്പെടെ എല്ലാം ത്രെഡാണ്. ഫസ്റ്റ് ഒന്ന് ലാസ്റ്റ് വരെ നോക്കണം. ലാസ്റ്റിൽ സാമ്പിൾ ഉണ്ട്, തൊട്ട് നോക്കി. ഈ തടിയും കല്ല് മാത്രം ഒറിജിനൽ, ബാക്കി എല്ലാ ഫ്ലവേഴ്സും ത്രെഡാ. ആ പാറിന്റെ മുകളിൽ കാണുന്ന പായൽ, വെള്ളത്തിൽ കാണുന്ന ആമ്പൽപ്പൂ എല്ലാം ത്രെഡാണ്. ചെയ്ത ആളെ കുറിച്ചൊന്ന് പറയോ? ആന്റണി ജോസഫ്, കേരള. ആ സാർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്രാഫ്റ്റ് ആയിട്ടുള്ള അല്ലേ? ഇപ്പൊ ഇതാരാ ഇങ്ങനെ കൊണ്ടുപോണേ? ഇത് പാർട്ട്ണർഷിപ്പ്. അതല്ലേ, നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള സകല ഫ്ലവേഴ്സും അവർ ത്രെഡിലാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. ത്രെഡ് ഹൗസിന്റെ ഫോട്ടോസ് ഒക്കെ ഗൂഗിളിൽ ഇവിടെ വന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ജസ്റ്റ് പൂക്കള്. അപ്പൊ ഞാൻ വെച്ചു ഗാർഡൻ ഇട്ട പേര് മാത്രമാണ് ഈ ത്രെഡ് എന്നുള്ളത്. അങ്ങനല്ല, ഈ കാണുന്ന സകല പൂക്കളും നമ്മുടെ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അവർ പറഞ്ഞത് സ്റ്റോണുകൾ മാത്രമാണ് ഒറിജിനൽ ആയിട്ടുള്ളത്, ബാക്കിയുള്ളത് മുഴുവൻ ഇവിടെ കാണുന്നത് മുഴുവൻ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ ത്രെഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെയാണ് നമ്മുടെ ഈ ഒരു സംഭവങ്ങളുള്ളത്. ഇവിടെ വേ ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ സെയിൽസ് കൗണ്ടർ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആന്റണി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിന്റെ കയ്യിലെ വേൾഡ് റെക്കോർഡൊക്കെ നമ്മൾ മുന്നിൽ കുറച്ച് ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ലോക റെക്കോർഡിന്റെ ഒരു ഇമേജ് അല്ല ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. യുണീക് വേൾഡ് റെക്കോർഡ് ആണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കർണാടക ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ പോലെ ഒരു ഗാർഡൻ സെറ്റപ്പ് മാത്രമായിരിക്കും. ത്രെഡ് എന്നുള്ളത് ഞാൻ അത്ര ഇന്നൊരു പേര് കൊടുത്തില്ലേ, ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ പോലെ ഒരു സംഭവം മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അവിടെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. എനിക്ക് കണ്ണട കൊണ്ട് ആദ്യമായിട്ട് എല്ലാ വിധം പറ്റണം. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ത്രെഡ് ഗാർഡൻ്റെ
പിന്നിൽ ഉണ്ടായ വ്യക്തിയാണിത്. ഇദ്ദേഹത്തിൻ്റെ വർക്കാണ്, ഇദ്ദേഹത്തിൻ്റെ കഴിവാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇപ്പോഴും ആളുകൾ വന്ന് അനുമോദിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമ്മളൊരു ജീവിതത്തിനൊരു മീനിങ് ഉണ്ടാക്കുക. അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഗാർഡൻ സെറ്റപ്പ് ഇപ്പോഴും ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ അനുമോദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കഴിവിനെ പുകഴ്ത്തി പറയുന്നതൊക്കെ. അത് കാണാൻ അദ്ദേഹമില്ല, പക്ഷേ ഇപ്പോഴും ഈ വർക്കുകൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻ്റണി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ സെയിൽസ് കൗണ്ടർ ഉണ്ട്. നമുക്കിത് അവിടെ ഒരു ചേച്ചിയുണ്ട്, ഇതാണ് അവരുടെ സെയിൽസ് കൗണ്ടർ. അവിടെ നമുക്ക് തൊട്ട് നോക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് തൊട്ട് നോക്കാം അല്ലേ. ഇതാ ത്രെഡിൻ്റെ ആണ്. ഓക്കെ, കറക്റ്റ് ഫോക്കസ് ഇല്ലാന്ന് തോന്നുന്നു. അടുത്തുനിന്ന് കാണുമ്പോഴാണ് അത് ശരിക്കും ത്രെഡാണെന്ന് മനസ്സിലാവുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹം ചെയ്ത വർക്ക് തന്നെയാണോ? ഉള്ളിലെ ക്യാൻവാസ് കാലിലുള്ള അകത്തിലെ വരില്ല ക്യാൻവാസ് അത് കട്ടാക്കി അത് മേലെ നൂൽ ചുറ്റി സ്റ്റെംസ് കളർ കോപ്പർ വയർ കളർ ത്രെഡ്. ഓ, സ്റ്റെംസിന് വേണ്ടിയിട്ട് കോപ്പർ വയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസിക് ക്യാൻവാസ് കാലറിലെ അകത്തിലെ വരെ ഷർട്ട് കാലറിലെ അകത്തിലെ വരെ ക്യാൻവാസ് അത് കട്ടാക്കി അത് മേലെ നൂൽ ചുത്തണം. ഓക്കെ, ക്യാൻവാസ് ഇല്ലേ നമ്മൾ ഷർട്ടിൻ്റെ അകത്തൊക്കെ ഉള്ള ആ ക്യാൻവാസ് ബേസ് വെച്ചിട്ട് ഇവർ ത്രെഡ് കൊണ്ട് ചുറ്റിയിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയോ, ടൂറിസ്റ്റുകളായിരിക്കും അല്ലേ എയിം. സ്റ്റാർട്ടിങ് 700. ഇത് സെയിലിന് വെച്ചേക്കാണ് ഇവർ. നമുക്കിവിടെ വരികയാണെങ്കിൽ ഇത് വാങ്ങിക്കാം. ഏറ്റവും കുറഞ്ഞത് 700-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ 700-ആണ്. ഇത് 900. 1100 ഇതിന്റെ റേറ്റ്. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ത്രെഡ് ഗാർഡൻ ഊട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും ആ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് കൊറിയർ ചെയ്യോ? ഇങ്ങ മട്ടും കിടക്കും. സോറി, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് വാങ്ങിക്കാം. വലിയ റേറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും വാങ്ങിക്കുന്നില്ല. 1100, 900, 700 ഒക്കെയാണ്. ചേച്ചിയുടെ പേരെന്താ? ശിവശങ്കരി. വാ, നല്ല പേര്. ആന്റണി ജോസഫ്. കണ്ടു അവിടെയൊക്കെ കണ്ടു. ഇപ്പൊ ഇതാരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ ഒരു മകളല്ലേ? ഓക്കെ, എങ്ങനെ ഒരു മകളും പാർട്ട്ണർഷിപ്പിൽ 2 ആൾക്കാരും ഉണ്ട്. 3 ആൾക്കാർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? എപ്പോഴാ തുടങ്ങിയത്? കുറെ കാലമായോ തുടങ്ങിയിട്ട്? 2002 തുടങ്ങിയിട്ടുണ്ട്. 20 years old. വാവ്. 32 കൊല്ലം. ഇത്രയും കാലമായിട്ട് ഇതിവിടെ ഉണ്ട്. പക്ഷെ ഇതുവരെ ബോട്ട് ഹൗസിൽ വന്നിട്ട് ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അവിടെ പാട്ട് വെച്ചിരിക്കണ എന്തായാലും നന്നായി. അത് കേൾക്കുമ്പോൾ നമ്മൾ നോക്കും എവിടെ നിന്നാന്നുള്ളത്. അപ്പോൾ നമ്മളോട് ഒക്കെ സംസാരിച്ചത് ശിവശങ്കരി ചേച്ചിയാണ്. ചേച്ചി നമുക്ക് ആന്റണി ജോസഫ് സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടെ ഓർത്തുകൊണ്ട് ചേച്ചിയോട് ചാറ്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അടുത്ത ലൊക്കേഷൻ നമുക്ക് നോക്കാം. എന്തായാലും ഊട്ടിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. 32 വർഷമായി. അത്രയും കാലമായിട്ട് ഇവിടെയുള്ള ത്രെഡ് ഹൗസ് ഇതാദ്യമായിട്ടാണ് ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങളിനി അടുത്ത തവണ ഊട്ടിയിൽ വരുമ്പോൾ എന്തായാലും ഈ ഒരു ത്രെഡ് ഹൗസ് വിസിറ്റ് ചെയ്യാം. ഇതുപോലുള്ള കലാകാരനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഒരു ഗാർഡൻ നിങ്ങൾ വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി ഊട്ടിയിൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി നമ്മുടെ ബോട്ട് ഹൗസും ലേക്കും ഒക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ലേക്ക് വിസിറ്റ് ചെയ്തു, ബോട്ട് ഹൗസ് വിസിറ്റ് ചെയ്തു. ഇനിയപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലേ? തണുപ്പ് കുറച്ച് കുറഞ്ഞതുപോലെ ഉണ്ട് കേട്ടോ. ഇത് ഇറങ്ങി വന്നപ്പോൾ കയറുമ്പോൾ ഇതിലും തണുപ്പുണ്ടായിരുന്നു. ചെറിയ വേരിയേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം നിന്നപ്പോൾ നമ്മുടെ ബോഡി ഈ ഒരു തണുപ്പുമായിട്ട് അങ്ങ് താതാത്മ്യം പ്രാപിച്ചതായിരിക്കും എന്ന് പറയില്ല, ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. നമുക്ക് താഴേക്ക് ഇറങ്ങാം. എന്തായാലും നിങ്ങൾ ബോട്ട് ഹൗസിലേക്ക് വരുമ്പോൾ ത്രെഡ് ഹൗസ് വിസിറ്റ് ചെയ്യാം. ത്രെഡ് ഹൗസ് അല്ല, ത്രെഡ് ഗാർഡൻ ആണ്. വിസിറ്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. നമുക്ക് അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.